പട്ടി പൂച്ചയാകാൻ ശ്രമിച്ചപ്പോൾ ഈ ഗോൾഡൻ റിട്രീവർ മാക്സ് ആണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. അവൻ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ കാണുന്നത് വിൻഡോ ഷെൽഫിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂച്ച ലൂണയെയാണ്. അവൾ ഒരു പണിയും ചെയ്യുന്നില്ല. എന്നിട്ടും സാമിന് ഇഷ്ടം അവളോടാണല്ലോ. എങ്കിൽ എനിക്കും ഒരു പൂച്ചയാവണം. ഇന്നു മുതൽ ഞാൻ മാക്സ് അല്ല, മാക്സി പൂച്ചയാണ്. അവൻ ആലോചിച്ചു, പിന്നെ ഉറപ്പിച്ചു. അങ്ങനെ മാക്സ് ലൂണയെപ്പോലെ നടക്കാൻ ശ്രമിച്ചു. ഒരു അടി വച്ചപ്പോഴേക്കും തപ്പോ അതാ കിടക്കുന്നു താഴെ. മെല്ലെ മെല്ലെ ചെറിയ കാല് വെച്ച് തുടങ്ങും മാക്സ്. ലൂണ കളിയാക്കി. അല്പം കഴിഞ്ഞ് ലൂണ തൻ്റെ കൈക്കാലുകൾ നക്കി ശുചിയാക്കുന്നത് കണ്ടപ്പോൾ മാക്സിനും അതുപോലെ ചെയ്യണം. അവൻ അതിന് ശ്രമിച്ചു. പക്ഷേ ഹച്ചൂം, തുപ്പൽ എല്ലായിടത്തും. ഇനി ഉറക്കം. ലൂണ വിൻഡോ ഷെൽഫിൽ കയറിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. മാക്സും അത് കണ്ടപ്പോൾ കൂട്ടിരിക്കാൻ കയറി. അതാ ഷെൽഫ് പൊട്ടി രണ്ടുപേരും താഴെ. പേടിച്ചു പോയ ലൂണ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. എന്നിട്ടും മാക്സ് തളർന്നില്ല. അവനെ എന്തായാലും പൂച്ചയാവണം. പൂച്ചയെപ്പോലെ ചാടി നോക്കാൻ ശ്രമിച്ചപ്പോൾ നേരെ ലോണ്ടറി ബാഗിലേക്കാണ് അവൻ വീണത്. ആഹാ, വസ്ത്രങ്ങൾ പറത്തുന്ന മാജിക് കണ്ടുപിടിച്ചു നീ, പൂച്ച പിന്നെയും കളിയാക്കി. അപ്പോഴാണ് സാം കയ്യിൽ ബിസ്ക്കറ്റ് പാക്കറ്റുമായി അകത്തേക്ക് വരുന്നത്. ലൂണ, സാം വിളിച്ചു. പക്ഷേ പൂച്ച തിരിഞ്ഞു നോക്കിയില്ല. അത് കണ്ട മാക്സും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സാം ബിസ്ക്കറ്റ് കയ്യിലെടുത്തപ്പോൾ അവൻ്റെ വാൽ താനെ ചലിച്ചു. സാം തന്ന ഓരോ ബിസ്ക്കറ്റും അവൻ സന്തോഷത്തോടെ തിന്നു തീർത്തു. ഇതെല്ലാം കണ്ടു നിന്ന ലൂണ മാക്സിനോട് ചോദിച്ചു, നീ എന്തിനാണ് പൂച്ചയാകാൻ ശ്രമിക്കുന്നത്? നീയായിരിക്കുക, അതിലെന്താണ് ദോഷം? തലോടിക്കൊണ്ടേ പറഞ്ഞു, നീയായിരുന്നാൽ മതി. അതാണ് നിന്റെ ശക്തിയും. നിന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. മാക്സിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അതെ, ഞാനായിരിക്കും. ഞാൻ മാക്സ് ആണ്. അപ്പോഴേക്കും സാം അവിടെ വന്നു. എന്നിട്ട് നായിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, നീ എപ്പോഴും എൻ്റെ നല്ല നായിയാണ്, എൻ്റെ മാക്സ്. അപ്പോഴെല്ലാം അവൻ്റെ വാലുകൾ ശക്തിയായി ചലിച്ചുകൊണ്ടിരുന്നു സ്നേഹത്തോടെ.